ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു അടിപൊളി മട്ടൺ സ്റ്റൂ ഉണ്ടാക്കിയാലോ. അപ്പം അതിലേക്ക് ആവശ്യമായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടൺ എടുക്കുക. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1/2 കിലോ തികച്ചില്ല, അത്രയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 2 മുളക് കീറിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കാൻ വെക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഹോൾ മസാല ചേർക്കണം. ഗ്രാമ്പും പട്ടയും ഏലക്കായും. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം 1-2 സബോള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. കൂടെ കറിവേപ്പിലയും ഉപ്പും ചേർക്കാൻ മറക്കരുത് കേട്ടോ. സബോളയൊക്കെ നന്നായിട്ട് വഴന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ബീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബീൻസും കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത്രയാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ഇതപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മട്ടൺ ഉണ്ടല്ലോ, അത് ചേർത്ത് അതും 2ാം പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക. നന്നായിട്ട് തിളച്ച് ചാറൊക്കെ കുറുകി വരുമ്പോഴത്തേനും നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് 1ാം പാല് ചേർക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് 1ാം പാലാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് 1ാം പാല് ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ സ്റ്റൂ റെഡിയായി. പിന്നെ ഏറ്റവും അവസാനം താളിച്ചൊഴിക്കണം. ചെറിയുള്ളിയും അണ്ടിപ്പരിപ്പും നല്ല വെളിച്ചെണ്ണയിൽ താളിച്ചൊഴിച്ചാൽ നമ്മുടെ അടിപൊളി മട്ടൺ സ്റ്റൂ റെഡിയായി. ഇത് നല്ല പൂ പോലെയുള്ള പാലപ്പത്തിൻ്റെ ഒക്കെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അതുപോലെ വേവിച്ച ബ്രെഡിൻ്റെ ഒക്കെ ഒപ്പം. അപ്പോൾ ഇനി മട്ടൺ വാങ്ങുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അറിയിക്കണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.